കൊച്ചി. അതെ, നമ്മുടെ കൊച്ചി തന്നെ. കൊച്ചി എന്നത് പൗരാണിക കാലം മുതലേ കൊളോണിയൽ സ്വാതന്ത്ര്യത്താൽ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. ഒടുവിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കൊച്ചിയുടെ മുഖവും സമ്പന്നതയിൽ അടയാളപ്പെടുത്തി വെക്കേണ്ടി വന്നു. വിവിധ സംസ്കാരങ്ങളിലാൽ നിന്നുമുള്ള വ്യാപാരികളും സഞ്ചാരികൾക്കുമിടയിൽ അത് വല്ലാതെ ആകർഷിച്ചു എന്നതാണ് സത്യം. 1503 പോർച്ചുഗീസുകാർ ഇന്ത്യയെ ആദ്യത്തെ യൂറോപ്യൻ വാസസ്ഥലമായി കൊച്ചിയെ സ്ഥാപിച്ചത്. പിന്നീട് 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ അട്ടിമറിക്കുകയും കൊച്ചിയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു. 1795 ബ്രിട്ടീഷുകാർ വരികയും ഡച്ച് ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തത്. ബ്രിട്ടീഷ് കൊളോണിയൽ സ്വാതന്ത്ര്യത്തിന് തുടക്കമിടുകയും ചെയ്തു. 1814 കൊച്ചി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നു. 1949 കൊച്ചി രാജ്യം ഇന്ത്യയുടെ ഒഫീഷ്യൽ ഭാഗമായി. കൊച്ചിയിൽ പിന്നീട് സംഭവിച്ചത് അതിവേഗ വാണിജ്യവൽക്കരണവും സാമ്പത്തിക വളർച്ചയുമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ കൊച്ചി ഇങ്ങനെ അറബിക്കടലിൻ്റെ റാണിയായി തലയുയർത്തി നിൽക്കാൻ തുടങ്ങിയത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഡച്ച് സെമിട്രിയും പോർച്ചുഗീസുകാരുടെ പല നിർമ്മിതിയും അതുപോലെ ചീനവല തുടങ്ങിയ ചൈനക്കാരുടെ നിർമ്മിതിയും ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഒരു സായന്നം നമുക്കിവിടെ ചെലവഴിക്കാൻ പല രീതിയിലുള്ള എസ്തറ്റിക്കുള്ള ആർക്കിടെക്ചറുകളും നമുക്ക് കാണാൻ പറ്റും. അത് ഡച്ചുകാർ പണിതുകൊണ്ട്, പോർച്ചുഗീസുകാർ പണിതുകൊണ്ട്, അങ്ങനെ പല പല ഈവൻ ഫ്രാൻസുകാർ വരെ ഇവിടെ വന്ന് പണിതുവരുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു കൾച്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ജൂതമതക്കാർ വരെ താമസിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിസ്റ്റോറിക്കലായിട്ട് അങ്ങനെ ഒരു കഥയും ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ കൊച്ചിയുടെ മുഖം വല്ലാതെ നമ്മളെ ആകർഷിക്കാൻ ഏറ്റവും കാരണം കൊച്ചിയുടെ ഈ അറബിക്കടലാണ്. കൊച്ചിയോട് ചേർന്നുള്ള ഈ അറബിക്കടലിൽ നിന്ന് നമുക്ക് എന്തോ ഒരു പ്രത്യേക തരം കാറ്റാണ് നമുക്ക് കിട്ടുക. ആ കാറ്റടിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കൊച്ചി ഒരു ദിവസം കാണാതെ എങ്ങനെ നമുക്ക് എറണാകുളത്ത് വന്ന് പോകാൻ പറ്റും? അപ്പോൾ എറണാകുളത്തുകാരെ പ്രിയപ്പെട്ട സ്ഥലമാണ് കൊച്ചി. അപ്പോൾ എല്ലാവരും വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളി സ്ഥലമാണ്. ഫ്രണ്ട്സും ഫാമിലിക്കും വരാൻ പറ്റിയ